ഇന്നലെ കനത്ത മഴ വീശി, കുറച്ച് കാറ്റുണ്ടായിരുന്നു. കൊഴിഞ്ഞു കിടക്കണുണ്ടോ? സാധാരണ രീതിയിൽ ഇതിൻ്റെ പകുതിയേ കൊഴിച്ചിലുള്ളൂ. പക്ഷേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത ചൂടല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ക്ലൈമറ്റ് നേരെ വിപരീതമാണ്. നമ്മൾ വിചാരിച്ചോടത്തൊന്നും ക്ലൈമറ്റ് നിൽക്കണില്ല. കർഷകൻ്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനമാണ്. ക്രമം തെറ്റി പെയ്യുന്ന മഴ എല്ലാം. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ ഈ കിടന്ന റംബൂട്ടാൻ ഈ മാംഗോസ്റ്റിൻ ഓരോ ദിവസം വീഴുന്നത് എണ്ണാറുണ്ട്. ഇപ്പോൾ ഒരു 22-23 ദിവസമായി കൊഴിച്ചിൽ. ഒരു ദിവസം ഒരു 200-നും 250-നും ഇടയിൽ മാംഗോസ്റ്റിൻ കൊഴിയും. എൻ്റെ കായും പൂവൊക്കെ, കായാണ് ഇപ്പോൾ, പൂവ് മാറി കായായി. ഇപ്പോൾ ഏകദേശം ഒരു 4500ഓളം കൊഴിഞ്ഞു. ഇനിയും ഒരു 10-15 ദിവസം കൂടി ഈ കൊഴിച്ചിൽ കണ്ടിന്യൂ ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ അതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ രീതിയിൽ ഈ മാംഗോസ്റ്റിൻ മരത്തിൽ ഒരു 300 കിലോ ആണ് മൊത്തം ഉണ്ടാവണേ. അതിലൊരു 150 കിലോ എങ്കിലും കിട്ടും, അല്ലെങ്കിൽ 200 കിലോ എങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ശരിക്കും ഈ മാംഗോസ്റ്റിൻ മരത്തിൽ ഉണ്ടായത് 600ഓളം കിലോ ആണ്. കാരണം 6000 ചില്ലാൻ കിലോ, 6000 ചില്ലം കിലോ അല്ല, 6000 സംതിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 10 മാംഗോസ്റ്റിൻ പഴം 1 കിലോ എന്നുള്ള കണക്കിൽ കണക്കൂട്ടുന്ന സമയത്ത് ഏകദേശം 600 കിലോ കുറയാതെ ഈ മാംഗോസ്റ്റിൻ മരത്തിൽ കായുന്നുണ്ടാവുന്നുണ്ട്. ഇത് ഈ കൃഷി ഭംഗിയായിട്ട് നോക്കിയിട്ട് അതിൻ്റേതായ ഒരു ടെക്നോളജിയിൽ കൃത്യമായ വളം ചേർക്കലും ഈ പൂ കൊഴിയാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും അതിൻ്റേതായ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊഴിച്ചിൽ പകുതിയായിട്ട് നിർത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് മരത്തിൽ ഒരു 300 കിലോ എങ്കിലും നമുക്ക് 100% നമുക്ക് പറിക്കാൻ പറ്റും. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ 4ാമത്തെ ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ മരം മുമ്പ് ഉള്ള വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിറച്ച് പൂവും ചെറിയ കായ്കളായിരുന്നു. ഇപ്പോൾ അതിൽ ഏകദേശം 3-2 കൊഴിഞ്ഞു, 3-1 മാത്രമാണ് അവശേഷിക്കുന്നത്. പിന്നെ മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് കൊഴിയും. ഈ മഴയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, മഴ പെയ്യുന്ന സമയത്ത് ഈ മണ്ണിലേക്ക് മഴവെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ, നോർമലി മഴവെള്ളം എന്ന് പറയുന്നത് pH കുറഞ്ഞതായിരിക്കും. അപ്പോൾ മഴവെള്ളം അതിൻ്റെ വൃക്ഷത്തിൻ്റെ കടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ pH കുറഞ്ഞ വെള്ളമായതുകൊണ്ട് അത് മരത്തിന് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കായ വലുതായി വരുന്ന ഘട്ടത്തിൽ വീണ്ടും അത് കൊഴിയും. അപ്പോൾ മഴ കൊണ്ടുണ്ടാവുന്ന ദോഷം അതാണ്. പിന്നെ കാറ്റത്തുണ്ടാവുന്ന ദോഷം വേറെ. കനത്ത ചൂടിൽ മഴ പെയ്യുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാവുന്ന വാടി കായ വീഴുന്നത് വേറൊരു ദോഷം. ഈ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ഇതൊരു 4ാം ഘട്ടമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 3-2 കൊഴിഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ളത് മാത്രം അവശേഷിക്കണേ. ഇതിൽ തന്നെ വീണ്ടും കായ വലുതായി വരുമ്പോഴേക്കും വീണ്ടും പകുതി മണി കൊഴിയും. ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു 150 കിലോയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. 600 കിലോ ഉണ്ടായി കഴിഞ്ഞാൽ 4-1 കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുകയാണ്. കാരണം നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൃഷി ഒരു ഭാഗ്യം പോലെ എന്ന് പറയും. പ്രത്യേകിച്ച് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ്, അതായത് റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ പോലെയുള്ള അബിയു പോലെയുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ കൃഷി എന്ന് പറയുന്നത് ശരിക്കും ക്ലൈമറ്റ് ബേസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 32 ഡിഗ്രി മാക്സിമം വരാവുന്ന ടെമ്പറേച്ചറിൽ വളരേണ്ട മാംഗോസ്റ്റിനും റംബൂട്ടാനൊക്കെ നമ്മൾ കേരളത്തിലേക്ക് പറിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ 15 വർഷം മുമ്പ് ഓക്കെ ആയിരുന്നു, ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിരുന്നു ഞാൻ കൃഷി ചെയ്ത് തുടങ്ങുന്ന സമയത്ത്. പക്ഷേ അതിനുശേഷം ഈ 5-8 വർഷമായിട്ട് ക്ലൈമറ്റിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ 32-33 ഡിഗ്രി എന്ന് പറയുന്നത് 38ലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് നമ്മുടേതായ കുറേ ഫോർമുലകളിൽ കുറേ നഷ്ടങ്ങളൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വർഷം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പം അത് മാത്രമല്ല, ക്ലൈമറ്റിൽ വന്ന് ചേച്ചുകൊണ്ട് മഴ എപ്പോൾ വരുന്നു പറയാൻ പറ്റില്ല. ഇത് സാധാരണ ഇപ്പോൾ മഴ വേണ്ടതല്ല. ഇപ്പോൾ 3 ദിവസമായിട്ട് മഴ അടുപ്പിച്ച് പെയ്തുകൊണ്ടാണ് ഇത്ര വലിയ കൊഴിച്ചിൽ. സാധാരണ കൊഴിച്ചിലിൻ്റെ കൃത്യം ഇരട്ടി കൊഴിഞ്ഞു. ഞാൻ പറഞ്ഞ മാതിരി തന്നെ മഴവെള്ളം വീണാൽ ഈ pH കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിനെ പറ്റി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 300 കിലോ പ്രതീക്ഷിച്ച മരത്തിൽ 600 കിലോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 5000 എണ്ണത്തോളം, അതായത് വെച്ചാൽ 500 കിലോളം, 10 എണ്ണം വെച്ച് 1 കിലോ വരുന്ന സമയത്ത് 1 കിലോ മാംഗോസ്റ്റിൻ നിന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ 5000 സംതിങ് ഈ താഴെ വീണെടുക്കത്ത് പോയി കഴിഞ്ഞു. ഇനിയും കുറേ ഉണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും 600 കിലോയിൽ പുറത്ത് ഈ മരത്തേലുണ്ടായിരുന്നെന്ന് മനസ്സിലായി.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ശരിക്കുള്ള മാംഗോസ്റ്റിൻ കൃഷിയുടെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ ഈ വർഷം മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു 60-ഓളം മാംഗോസ്റ്റിൻ മരങ്ങൾ ഞാൻ ഒരു സ്ഥലത്ത് ഒരേക്കറോളം സ്ഥലത്ത് ഞാൻ പ്ലാൻ ചെയ്യും വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി 7 വർഷം 8 വർഷം വെച്ച ചെടികൾ റംബൂട്ടാൻ ഫ്രൂട്ട് ആയി തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ വലിയ ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. ആ ചെടികൾ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ അത് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്ലാൻ ചെയ്യും. അടുത്ത വർഷം അതിലേക്ക് നമുക്ക് ഫ്രൂട്ട് കിട്ടും. പിന്നത്തെ വർഷം തുടങ്ങി കമേഴ്ഷ്യൽ ഈൽഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിനെ ഈ കാണുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ മാംഗോസ്റ്റിൻ ഉണ്ടാവും മനസ്സിലായി. അത് മാത്രമല്ല പൂക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഈ 17 NPK വളത്തിൻ്റെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കും, നല്ല പ്രൊഡക്റ്റിവിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ വളം ചേർക്കും, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇതിൽ വന്നിട്ടുണ്ട്. അതും ഒരു കൊഴിച്ചിലിന് ഘടകമാണ്. ആ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കഴിഞ്ഞ 1.5 വർഷമായിട്ട് പ്രൊഫഷണൽ തിരക്കിലും കുറച്ച് ബിസിനസ്സിൻ്റെ തിരക്കിലും കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വളം ചേർക്കാൻ പറ്റില്ല, അതിൻ്റെ കുറവുണ്ട്. അപ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഞാൻ പരിഹരിച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി വർഷത്തിൽ 2 പ്രാവശ്യം കാര്യമായിട്ടുള്ള വളവും പിന്നെ 3 പ്രാവശ്യമായിട്ട് കുറച്ച് അഡീഷണലായിട്ട് പിന്നെ അതിൻ്റെ പെസ്റ്റ് കൺട്രോളും അതിൻ്റെ ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ പറ്റിയ ഒരു ഫോർമുല ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ ഫാമേഴ്സ് അസോസിയേഷൻ ഓർഗനൈസേഷൻ ശക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ റിസർച്ച് ടീമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്രോഡീകരിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷി കൃത്യമായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് മാംഗോസ്റ്റിൻ്റെ തോട്ടമാണ് റംബൂട്ടാൻ്റെ തോട്ടമാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. മാംഗോസ്റ്റിൻ കുറച്ച് കൃഷിയുള്ളൂ. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇനി മാംഗോസ്റ്റിൻ കൃഷി ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ മാതിരി തന്നെ എങ്ങനെ കൊഴിയുന്നു, ഏത് രീതിയിൽ കൊഴിയാനുള്ള അടിസ്ഥാനം എന്താ, എങ്ങനെ ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് വലിയൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം 200 മുതൽ 400 രൂപ വരെ നമുക്ക് മാംഗോസ്റ്റിന് വില കിട്ടിയായിരുന്നതാണ്. വില കിട്ടാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഈ സമയത്ത് ഇപ്പോൾ അടുത്ത മാസം തുടങ്ങിയിട്ട് ഫ്രൂട്ടായി തുടങ്ങും, ഇത് പറിക്കാറായി തുടങ്ങും. അടുത്ത മാസം കിട്ടും, അടുത്ത മാസം അവസാനത്തേക്ക് കിട്ടും. അപ്പോൾ ആയി തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ആദ്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ 500 രൂപ വരെ വില കിട്ടും. മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ വില 100-110 മാറും. പക്ഷെ മഴയിലേക്ക് പോകാതിരുന്നാൽ നമ്മൾ നേരത്തെ പൂപ്പിച്ച് നേരത്തെ ഫ്രൂട്ട് ഇത് ചെയ്താൽ നമുക്ക് വില കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഒരു 250-300 കിലോ പറിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 50,000 രൂപ ഒരു മരത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 10-20 മരം ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും. ഇതൊന്നും അതിശയോക്തിയല്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് കൃഷി മനസ്സിലാക്കി ചെയ്യാൻ പറ്റും, 100% ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിർത്താണ്. ഈ പറയുന്ന കൊഴിച്ചിലൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. ഇത് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്നു. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മരത്തിൻ്റെ തന്നെ വീഡിയോകൾ ഇടുന്നത്. ഈ വീട്ടിൽ കാരണം വേറെ നമ്മുടെ ഫാമിലുണ്ടെങ്കിൽ കൂടി അങ്ങോട്ട് പോകാൻ അസൗകര്യമുള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ വീഡിയോ സ്റ്റിക്ക് ഓൺ ചെയ്ത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഘടകം കൂടി എടുക്കും. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് കായ ഒന്നുകൂടി വലുതായി. അപ്പോൾ ഈ കുറേ വീണ്ടും കൊഴിഞ്ഞു പോകും. കായ ഒന്നുകൂടി വലുതായിട്ട് പഴത്തിൻ്റെ ആ ഘടകത്തിന് മുമ്പുള്ളൊരു വീഡിയോ കൂടി എടുക്കും. അതിലും കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.